തീപാറും രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും മലബാർ സാക്ഷ്യം വഹിക്കുക. സംസ്ഥാനത്തെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ തട്ടകങ്ങളിൽ വിജയം 3 മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. മേഖലയിലെ ലീഗിന്റെ സ്വാധീനവും കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലേക്കുള്ള മത്സരങ്ങളുമായിരിക്കും മലബാറിനെ ശ്രദ്ധാകേന്ദ്രമാക്കുക. അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെ അകമ്പടിയോടെയാണ് മലബാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിനെ ഞെട്ടിച്ച് നടക്കാവ് കൗൺസിലർ അൽഫോൺസ ആം ആദ്മിയിൽ ചേർന്ന് മാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള ചാലപ്പുറം വാർഡ് CMPക്ക് വിട്ടു നൽകിയതും പൊട്ടിത്തെറിയിലെത്തി. പ്രതിഷേധിച്ച് മണ്ഡലം പ്രസിഡന്റ് M അയ്യൂബ് DCC പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. കോഴിക്കോട് രമേശ് ചെന്നിത്തല എത്തിയാണ് കോൺഗ്രസിന്റെ കരുനീക്കങ്ങൾ. സമസ്തയുടെ പിന്തുണ തേടി ചെന്നിത്തല ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു. 22 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഏകകണ്ഠമായി ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൻ്റെ നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ UDF നേതൃത്വത്തിലുള്ള ഒരു ഭരണത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. BJP ഇക്കുറി കൂടുതൽ ന്യൂനപക്ഷ നേതാക്കളെ ഇറക്കുമെന്ന് K സുരേന്ദ്രൻ. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് LDFും UDFും. മറ്റു ജില്ലകളിലും സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലെ സീറ്റിനെ ചൊല്ലി NCPയും INLും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് LDFിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ മുസ്ലിം ലീഗ് അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിലാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.